ഈ തോൽവിയെ പാർട്ടിക്കും കേരളത്തിനും നിസ്സാരമായി കാണാനാവില്ല. ഇടതുമുന്നണിയും ഐക്യമുന്നണിയും മാറി മാറി ഭരിച്ചു വന്ന കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തുടർച്ചയായി 10 വർഷമാണ് അധികാരത്തിലിരുന്നത്. ഒരു പരിധിവരെ 2021 വമ്പൻ വിജയത്തിന് മുന്നണിയെ സഹായിച്ചത് കോവിഡ് മഹാമാരി കാലത്തെ ശക്തമായ നേതൃത്വമായിരുന്നു. ക്ഷേമ പദ്ധതികളും ന്യൂനപക്ഷ ഏകീകരണവും ഒക്കെ സർക്കാരിന് തുണയായി. കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും മൂന്നാം ഭരണം സാധ്യമാക്കാൻ LDFന് കഴിയാതെ പോയതിനു കാരണം ഭരണവിരുദ്ധ വികാരവും അഴിമതി ആരോപണങ്ങളും മാത്രമല്ല, അഹങ്കാരവും ധിക്കാരവും നിറഞ്ഞ പെരുമാറ്റം എന്ന പ്രതിച്ഛായയും കൂടിയാണ്. പക്ഷേ ഇതൊന്നുമില്ലാതിരുന്ന അതേ കോവിഡ് കാലത്ത് ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെച്ച നിപ്പയെ തുരത്തിയ KK ശൈലജ എന്ന പേര് ഒരു വലിയ നഷ്ടം തന്നെയാണ്. പാർട്ടി അണികളുടെയോ പാർട്ടിയുടെയോ അല്ല, കഴിഞ്ഞ കുറെ വർഷങ്ങളായി സാധാരണക്കാരന് ലഭിക്കേണ്ടിയിരുന്ന പല അവകാശങ്ങളും പേരാവൂരിൽ വർഗീയ ശക്തികളിലും വ്യവസായികളിലും മാത്രം ഒതുങ്ങിപ്പോകുന്നത് കണ്ടു നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട ജനതയുടെ നഷ്ടമാണ്. സിറ്റിംഗ് സീറ്റായ മട്ടന്നൂർ വിട്ട് പേരാവൂരിലേക്ക് ശൈലജ ടീച്ചർ എത്തുമ്പോൾ ആ നാട്ടിലെ സാധാരണക്കാർക്കും പ്രതീക്ഷയുണ്ടായിരുന്നു. 2006 AD മുസ്തഫയ്ക്കെതിരെ പേരാവൂരിൽ നിന്നും ശൈലജ ടീച്ചർ ജയിച്ചിരുന്നു. ഒരുപക്ഷെ ആ ആത്മവിശ്വാസം ടീച്ചർക്കും ഉണ്ടായിരുന്നു. 2011 സണ്ണി ജോസഫ് തന്നെ ടീച്ചറെ പരാജയപ്പെടുത്തിയത്. എന്നാൽ ഇത്തവണയും നിരുപാധികം പേരാവൂർ ടീച്ചറെ കൈവിട്ടു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ CPMന്റെ വിജയശേഷം പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി എന്ന് പറയുന്നിടത്ത് ഉയർന്നു കേട്ട ഒരേ ഒരു പേര് KK ശൈലജ എന്നതായിരുന്നു. പിണറായിക്കൊപ്പം പാർട്ടിക്കകത്തു നിന്നും പുറത്തുനിന്നും ആ സ്വരം ഉയർന്നു കേട്ടു. ഒരുപക്ഷെ പേരാവൂരല്ലായിരുന്നുവെങ്കിൽ മട്ടന്നൂരിൽ തന്നെ ടീച്ചറെ മത്സരിപ്പിക്കാം എന്ന തീരുമാനമുണ്ടായെങ്കിൽ നിയമസഭയിൽ ടീച്ചർ ഉണ്ടായേനെ. അക്കാര്യം വ്യക്തമാണ്. അന്ന് മുഖ്യമന്ത്രി സ്ഥാനം പോയിട്ട് ഒരു മന്ത്രിസ്ഥാനവും നൽകിയില്ല എന്ന് മാത്രമല്ല, ടീച്ചർക്ക് ശേഷം എത്തിയ ആരോഗ്യമന്ത്രി എത്ര വോട്ടുകൾക്കാണ് തോറ്റതെന്നും ഇന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇതിലും മികച്ചത് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും KK ശൈലജ ടീച്ചർ അർഹിക്കുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് പകരം മറ്റാരെങ്കിലുമായിരുന്നു ആ കാലങ്ങളിൽ ആരോഗ്യമന്ത്രിയെങ്കിൽ കേരളം അതിജീവിക്കില്ലായിരുന്നു. പറഞ്ഞും കേട്ടും തഴമ്പിച്ചതാണെങ്കിലും മികച്ച നേതാക്കളുടെ ചരിത്രം എപ്പോഴും അടയാളപ്പെട്ട് തന്നെ കിടക്കും.